ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിനക്കെത്ര കുറവുകളുണ്ടായാലും, നീ പാപിയായാലും ഈശോ നിന്നെ ഉപേക്ഷിക്കില്ല. കാരണം നീ ഈശോയുടെ കുഞ്ഞാണ്. ജീവിതത്തിന്റെ പല അവസ്ഥകളിൽ പോകുമ്പോൾ നമ്മൾ ഈശോയോട് ചോദിച്ചു പോകും, ഈശോയെ, എൻ്റെ ജീവിതം മാത്രം എന്താ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത്? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? അപ്പം ഈശോ മൗനമായിട്ട് പറയുന്നുണ്ട്, കുഞ്ഞെ, ഞാൻ അനുവദിക്കുന്ന സഹനങ്ങളിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. പക്ഷേ ആ സഹനത്തിൽ നീ എന്നെ കാണാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് നീ എന്നെ കാണാത്തത്. ഞാൻ ആ സഹനത്തിലൊപ്പം നിന്നോട് കൂടെ ചേരുന്നുണ്ട്. നീ കരയുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാൻ അവിടെയുണ്ട്. പക്ഷെ നീ ഒരിക്കലും എന്നെ തിരിച്ചറിയുന്നില്ല എന്നുള്ള ഒരു ഉത്തരമാണ് ഈശോ നമ്മളോട് മൗനമായിട്ട് പറയുന്നത്. നമ്മുടെ ജീവിതം ഈശോയിലും കൂടി ചേർത്ത് വെച്ച് സഹിക്കുമ്പോഴാണ് നമുക്ക് ആ സഹനത്തിലൊരു പ്രത്യാശയും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കുക. പല വ്യക്തികളും പാപാവസ്ഥകളിൽ ജീവിച്ചിട്ട് അവരുടെ മനസ്സിലൊക്കെ നിരാശയാണ്. ഈശോയെ, ഞാൻ ഇതൊക്കെ ചെയ്തല്ലോ, എൻ്റെ ജീവിതം തെറ്റായി പോയല്ലോ, ഈ സമൂഹം എന്നെ വെറുക്കാണല്ലോ, കുടുംബം എന്നെ വെറുക്കാണല്ലോ, ഞാൻ ഒറ്റപ്പെട്ടല്ലോ, എനിക്ക് ആരുമില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകളിൽ വേദനിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവരോട് ഈശോ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നീ തെറ്റ് ചെയ്താലും നിനക്ക് കുറവുകളുണ്ടായാലും നീ തിരിച്ചു വരുന്ന നോക്കിയിരിക്കുകയാണ് ഞാൻ. നീ എൻ്റെ അടുത്തേക്ക് വാ, നിന്നെ ഞാൻ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഈശോയാണ്. പല സമൂഹവും വീടും കുടുംബവും ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഓരോരുത്തരെ ജഡ്ജ് ചെയ്യും, അവരങ്ങനെയാണ് അവരിങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ അവർ നിഷ്കളങ്കരാണ്. ചിലപ്പോൾ നമ്മളായിരിക്കാം, അവരെ വിധിക്കുന്ന നമ്മളിലായിരിക്കാം ഒരുപാട് കുറവുകൾ ഉണ്ടാവുക. പക്ഷെ നമ്മൾ പുറമെ കാണുന്ന പോലെ അല്ലല്ലോ, ഓരോരുത്തർ ഹൃദയം പരിശോധിച്ചറിയുന്ന ദൈവമാണ്. നമ്മളായ ആരെയും വിധിക്കാനോ കുറ്റം പറയാനോ നിൽക്കരുത്. ഈശോ പറഞ്ഞില്ലേ, പാപികളും വേശ്യകളായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാന്ന്. നമുക്കറിയോ നമ്മുടെ ഉള്ളിൽ ഈശോ നമ്മളെ കാണുന്ന വിധി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതെ, മറ്റുള്ളവർ നമ്മൾ വിധിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരിൽ കുറവുണ്ടെന്ന്. പക്ഷെ ദൈവം അവരിൽ കുറവ് കണ്ടില്ലെങ്കിൽ ആ വിചാരിച്ച നമുക്കല്ലേ കുറവുകൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആരെയും വിധിക്കരുത്. ഈശോയിൽ ആശ്വാസം അർപ്പിക്കുക. സഹനങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ഈശോയെ, നീ എൻ്റെ കൂടെ വേണം എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാൽ നമുക്ക് ആ സഹനങ്ങളിലും പിന്നീടൊരു സന്തോഷം ഒളിഞ്ഞിരിക്കേണ്ടത് കാണാൻ സാധിക്കും. പിന്നെ ജീവിതത്തിൽ നമ്മൾ സ്വയം തീരുമാനം എടുക്കുക, മറ്റുള്ളവരെ വിധിക്കരുത്. പറ്റുമെങ്കിൽ ഒറ്റപ്പെട്ടും വേദനിച്ചും വിഷമിക്കുന്നവർക്ക് ആശ്വാസമാവാൻ നോക്കുക ഈശോയെ പോലെ. അല്ലാതെ അവരെ വിധിക്കരുത്. വിധിക്കാൻ നമുക്ക് എന്താ അവകാശമുള്ളത്? അവരുടെ മനസ്സും ഹൃദയവും പരിശോധിച്ചറിയുന്ന ദൈവം അവരിൽ നിഷ്കളങ്കത്വം കണ്ട് നമ്മളിൽ ഒരു പാപാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആ വിധിക്കാൻ പോകുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുക. ഈശോ എല്ലാം അറിയുന്നുണ്ട്. ഈശോ കാണാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നുള്ള ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാവണം. പരിശുദ്ധ അമ്മ ഈശോയെ സഹിച്ച സഹനങ്ങളുടെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിലില്ല. അവർ സഹിച്ച സഹനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളൊക്കെ എത്ര നിസ്സാരമാണ്, അവസ്ഥകൾ എത്ര നിസ്സാരമാണ്, സഹനങ്ങൾ എത്ര നിസ്സാരമാണ്. പക്ഷേ നമ്മളത് ഒരിക്കലും കാണാൻ ശ്രമിക്കാറില്ല. ഇത്രയും സഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് അറിയാം, എൻ്റെ കുഞ്ഞിന് ഈ സഹനമുണ്ട്, അവൾക്കത് സഹിക്കാൻ സാധിക്കും, അവളുടെ ഒപ്പം ഞാനുണ്ട് എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തിൻ്റെ പുറത്താണ് ഈശോ അനുവദിക്കുന്ന സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ആ ബോധ്യം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് വായിക്കാം. 62-ാമത്തെ അധ്യായം. ആശ്വാസം ദൈവത്തിൽ മാത്രം. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. ഞാൻ കുലുങ്ങി വീഴുകയില്ല. ചെരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്രനാൾ ഒരുമ്പെടും? അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു, അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ശപിക്കുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് അഭയശിലയും കോട്ടയും. എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്. എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. മർത്യനൊരു നിശ്വാസം മാത്രം. വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. ചൂഷണത്തിൽ ആശ്രയിക്കരുത്. കവർച്ചയിൽ വ്യർത്ഥമായി ആശ വയ്ക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാൻ അത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. കർത്താവെ, കാരുണ്യവും അങ്ങയുടേതാണ്. അവിടുന്ന് മനുഷ്യന്
പ്രവൃത്തിക്കൊത്ത പ്രതിഫലം നൽകുന്നു. ജീവിതത്തിലുണ്ടാവുന്ന ഓരോ സഹനങ്ങളിലും ഈശോയെയും പരിശുദ്ധ അമ്മയെയും കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതേപോലെ വേദനിച്ചും വിഷമിച്ചും പാപഭാരത്താലൊക്കെ നീറി ജീവിക്കുന്നവരെല്ലാവരെയും യേശുവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കട്ടെ. ഈശോയ്ക്ക് നന്ദി. ഈശോയ്ക്ക്